കഴിഞ്ഞ വീഡിയോസുകളിൽ സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെൻറ്റൻസിനെ അനലൈസ് ചെയ്ത് പറഞ്ഞു സബ്ജക്റ്റ് എന്താണ്, എന്താണ് വെർബ്, എങ്ങനെയാണ് ഒബ്ജക്റ്റ് കണ്ടെത്തുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് മെയിനായിട്ടൊരു സെൻറ്റൻസിന് ഏറ്റവും അത്യാവശ്യമായത് സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബുമാണ്. ഒബ്ജക്റ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പോൾ ഐ റൈറ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അവിടെ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു ഫൈനൈറ്റ് വെർബും ഉണ്ട്, കൃത്യമായ കാലത്തെ കാണിക്കുന്നത്. ഞാൻ എഴുതാറുണ്ട്. ഹി ഗോസ് ടു ടെമ്പിൾ, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ഫൈനൈറ്റ് വെർബും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റിന് ശേഷമുള്ള മുഴുവൻ ഭാഗമാണ് പ്രെഡിക്കേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബും. വെർബുകളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. 3 ടൈപ്സ് ഓഫ് വെർബ്സ് ആണ്. ഒരു സെൻറ്റൻസിൽ നമ്മൾ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റിൻ്റെ, അതായത് ലെക്സിക്കൽ വെർബ് ആണെങ്കിൽ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാറുണ്ട് എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഡ്രിങ്ക് എന്ന് പറയുന്ന ആ വെർബ് ചെയ്യുന്നത് ആരാണ്? ഐ ആണ്. ഹി പ്ലേസ് ടെന്നീസ് എന്ന് പറയുമ്പോൾ ഹി എന്ന സബ്ജക്റ്റ് ചെയ്തതാണെന്ന് പ്ലേസ് എന്ന ക്രിയ. അപ്പോൾ ഒരു ലെക്സിക്കൽ വെർബ് അല്ലെങ്കിൽ ആക്ഷൻ വെർബുകളാണെങ്കിൽ അത്തരം വെർബുകളുടെ ഉടമസ്ഥനായിരിക്കും സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ പുരാണങ്ങൾ പറയുന്നുണ്ട്, സബ്ജക്റ്റ് വെർബ്. അപ്പോൾ ഏത് നമ്മൾ സെൻറ്റൻസ് എടുത്താലും അടിസ്ഥാനപരമായിട്ട് ഒരു സെൻറ്റൻസിൽ വേണ്ടത് സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബുമാണ്. ഫൈനൈറ്റ് വെർബുകൾ 3 തരത്തിലുണ്ട്. ലെക്സിക്കൽ വെർബ്, ആക്ഷൻ, പ്രവൃത്തിയെ കാണിക്കുന്നത്, പഠിക്കുക, സംസാരിക്കുക, ഓടുക, പഠിപ്പിക്കുക, എഴുതുക, നടക്കുക, തുള്ളുക, ഇതൊക്കെ ലെക്സിക്കൽ വെർബ് എന്ന് പറയപ്പെടും. അതായത് വെർബ്സ് ഓഫ് ആക്ഷൻ. രണ്ടാമത്തെ ടൈപ്പ് വെർബാണ് വെർബ്സ് ഓഫ് പൊസിഷൻ, അതായത് സ്റ്റേറ്റ് വെർബുകൾ, അവസ്ഥയെ കാണിക്കുന്നത്. ഈസ്, ആം, ആർ, അതുപോലെ അതിൻ്റെ പാസ്റ്റ് ഫോമായ വാസ്, വേർ, ഇതൊക്കെ ബി ഫോമുകളാണ്. ബി എന്നുണ്ടായതാണ്. ഇപ്പോൾ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയും. ഈസാട ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്ന വെർബാണ്. ഐ ആം ദ ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥയാണ് ആം കാണിക്കുന്നത്. ദേ ആർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥയാണ് ആറ് കാണിക്കുന്നത്. ഐ വാസ് എ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭൂതകാലത്തിലെ അവസ്ഥയെ കാണിക്കുന്നു. ദേ വേർ മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നത് അവരുടെ അന്നത്തെ അവസ്ഥയെ കാണിക്കുന്നു. ഇതിനെയാണ് സ്റ്റേറ്റ് വെർബ് എന്ന് പറയപ്പെടുന്നത്, അല്ലെ വെർബ്സ് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന വെർബ് ലാസ്റ്റിലെത്തത് പൊസഷൻ വെർബുകളാണ്. വെർബ്സ് ഓഫ് പൊസഷൻ, ഉടമസ്ഥതയെ കാണിക്കുന്ന വെർബുകൾ. ഹാവ്, അതുപോലെ തന്നെ ഹാവ് പ്ലസ് ഡസ് ആയ ഹാസ്, 2 തരം. അതിൽ ഡസ് ചേർന്ന ഹാവ്, ഹാസ് എന്ന് കാണും. നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വെർബിൻ്റെ കൂടി ഡസ് എന്ന ഓക്സിലറി വെർബുകൾ ചേരുമ്പോൾ അതിൽ എസ് കാണാനുണ്ടാവും. അത് റൈറ്റ് പ്ലസ് ഡസ് ഈസ് ഈക്വൽ ടു റൈറ്റ്സ് എന്ന് കാണും. സ്പീക്ക് പ്ലസ് ഡസ് ഈസ് ഈക്വൽ ടു സ്പീക്സ് എന്ന് കാണും. ഗോ പ്ലസ് ഡസ് ഈസ് ഈക്വൽ ടു ഗോസ് എന്ന് കാണും. അതുപോലെ ഹാവ് പ്ലസ് ഡസ് ഹാസും, ഹാവ് പ്ലസ് ഡു ഹാവുമായിരിക്കും. സിംഗുലറിൻ്റെ കൂടെയാണ് ഡസ് ചേർന്ന് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ട്. ദേ ഹാവ് കാർസ്, അവർക്ക് കാറുകളുണ്ട്. മൈ ഫ്രണ്ട് ഹാസ് എ കാർ. മൈ ബ്രദർ ഹാസ് എ ബൈക്ക്. മൈ ബ്രദർ ഹാസ് 2 ചിൽഡ്രൻ. മൈ മദർ ഹാസ് 2 ബ്രദേഴ്സ്. ഐ ഹാവ് 2 മൊബൈൽ ഫോൺസ്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. ഷീ ഹാസ് മെനി ഫ്രണ്ട്സ്. ഐ സിംഗുലർ ആണ്, പക്ഷേ ഐ ഇതിനെ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് അതിന് ബഹുവചന പദവി കൊടുക്കുന്നതാണ്. ശരിക്ക് യഥാർത്ഥത്തിൽ ഐ എടുക്കേണ്ടത് ഹാസ് ആണ്. അതുപോലെ യു എന്ന് പറയുന്നത് 2 ഉണ്ട്. യു എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നു, നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്ന് പറയുന്നതിന് കൂടെ നിങ്ങൾ നോക്കിക്കോ, നിനക്കൊരു കാറുണ്ട് എന്ന് പറയുന്നത് നീ ഏകവചനാണ്. യു ഹാവ് എ കാർ എന്ന് പറയുന്നത് ശരിക്ക് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് യു ഹാസ് ആ വരേണ്ടത്, നീ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി നിങ്ങൾക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്, നിങ്ങൾ ബഹുവചനാണ്. അതുകൊണ്ട് യു ഹാവ് മെനി പ്രോപ്പർട്ടീസ്, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഹാവ്, ഹാസ് എന്നീ വെർബുകളുടെ പാസ്റ്റ് ആണ്. അതായത് ഹാവ് പ്ലസ് ഡിഡ് ആണ് ഹാഡ് ഉണ്ടായിരുന്നു മുമ്പേ ഉള്ളത്.
എനിക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. മുമ്പത്തെ അവസ്ഥയാണ്. ഐ ഹാഡ് എ ബൈക്ക്. അവന് ഒരു കാർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ കാർ. അവൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് മെനി ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് വെർബുകൾ. ഇതിൽ നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഒരു സെൻറ്റൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് കിട്ടി, സബ്ജക്റ്റിന് ശേഷമുള്ള മുഴുവൻ ഭാഗത്തിന് ദ റിമൈനിങ് ആഫ്റ്റർ ദ സബ്ജക്റ്റ് ദ ഹോൾ റിമൈനിങ് പാർട്ട് ഓഫ് സെൻറ്റൻസ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഈ പ്രെഡിക്കേറ്റിലാണ് വെർബ് ഉണ്ടാകുന്നത്, ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്. എല്ലാതരം വെർബുകൾക്കും ഒബ്ജക്റ്റ് ഇല്ല. വെർബ് ഏതായിരിക്കണം ഒബ്ജക്റ്റ് ഉണ്ടാണെങ്കിൽ അതൊരു ലെക്സിക്കൽ വെർബായിരിക്കണം, ആക്ഷൻ വെർബായിരിക്കണം. ആ ആക്ഷൻ വെർബിനെല്ലാം എന്താണ് ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. അത് പറഞ്ഞിട്ടുണ്ട് വെർബിനോട് എങ്ങനെയൊക്കെയാണ് ഒബ്ജക്റ്റ് കണ്ടെത്തുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ ഡെഫിനിഷൻ കറക്റ്റാണ്. ഒരു ലെക്സിക്കൽ വെർബിനോട് ആരെ, ആർക്ക്, ആരോട്, ഈ മൂന്ന് അർത്ഥത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്? ഹും, ഹു അല്ല ഹും, ആരെ, ആർക്ക്, ആരോട്. പിന്നെ വാട്ട്, എന്ത്, എന്തിന്. ഈ ചോദ്യങ്ങൾ നമ്മൾ ലെക്സിക്കൽ വെർബിനോട് ചോദിക്കുന്ന അവസരത്തിൽ നമുക്ക് അതിന് കണക്കായിട്ടുള്ള ഒരു ഉത്തരമായിട്ട് സെന്റൻസിൽ ബാക്കി ഭാഗങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗമാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഐ ആം ടീച്ചിങ് യു എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് അയ്യാണ്, ആം ടീച്ചിങ് ആണ് വെർബ്. അപ്പോൾ നമുക്കറിയില്ല യു എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. വെർബിന് ശേഷമുള്ള ഭാഗമാണത്. അപ്പം നമ്മൾ ആ വെർബിനോട് ചോദിക്കുകയാണ് പഠിപ്പിക്കുകയാണെന്നുള്ളത്. എന്താണ്? ആരെ പഠിപ്പിക്കുകയാണ്. ഹുമാണ് ഫസ്റ്റ് ചോദിക്കുന്നത്, ആരെ പഠിപ്പിക്കുകയാണ്. കൃത്യമായിട്ട് നിങ്ങളെ എന്നുള്ളത് എന്തായി വരുന്നുണ്ട്? ആരെ പഠിപ്പിക്കുകയാണ് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ആൻസർ ആയിട്ട് യു വരുന്നത് കൊണ്ടാണ് ആ സെന്റൻസിൽ യു എന്നത് എന്താണ്? ഓബ്ജക്റ്റ് ആവുന്നത്. അല്ലാതെ വെർബിന് ശേഷം വരുന്നത് കൊണ്ടല്ല. ഒരു സെന്റൻസ് ഞാൻ പറയാം. ഹി ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് നിങ്ങൾ നോക്കിക്കോ. ഹി സബ്ജക്റ്റ് ആണ്, ഈസ് റണ്ണിങ് ആണ് വെർബ്. എന്തുകൊണ്ട്? റൺ ചെയ്യുന്നത് ആരാണ്? അവരാണ്. അപ്പോൾ ക്രിയ എന്താണ് ഇതിൽ? ഈസ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഫാസ്റ്റ് എന്ന് പറയുന്നതിന് കിട്ടുമെന്ന് നോക്കിക്കോ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടക്കും, അതായത് അവൻ വേഗത്തിൽ ഓടുകയാണ്. ഇവിടെ നമ്മൾ ലെക്സിക്കൽ വെർബ് ആയതുകൊണ്ട് ചോദിക്കുകയാണ് ആരെ ഓടുകയാണ്, ആർക്ക് ഓടുകയാണ്, ആരോട് ഓടുകയാണ്. ഉത്തരം വരുന്നില്ല. വേഗത്തിൽ നിന്ന് ശരിയാവുന്നില്ല. എന്ത് ഓടുകയാണ്, എന്തിനെ ഓടുകയാണ്, കിട്ടുന്നില്ല. എങ്ങനെ ഓടുകയാണ്, ഹൗ ഈസ് റണ്ണിങ് എന്ന് പറയുന്ന ചോദ്യത്തിനാണ് എന്ത് ഉത്തരം വരുന്നത്? ഫാസ്റ്റ് എന്ന്. അപ്പോൾ എന്താണ് ഈ മുമ്പ് വാട്ട് ഈ ചോദ്യങ്ങൾ ഈ റണ്ണിങ്ങിനോട് ചോദിച്ചപ്പോൾ ഉത്തരമായി വന്നില്ല. ഹൗ എന്ന് ചോദിച്ചപ്പോൾ കിട്ടി. പക്ഷേ അത് എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റിലുള്ള ഉത്തരമല്ല, അതൊരു ആഡ് വെർബാണ്. എങ്ങനെ ഓടുന്നു? വേഗത്തിൽ. അപ്പോൾ അതാണ് എല്ലാ വെർബുകൾക്കും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. ചില വെർബുകൾക്ക് രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ആൻ ഓൾഡ് മാൻ ഈസ് ടീച്ചിങ് ദം യോഗ. ഒരു വൃദ്ധൻ അല്ലെങ്കിൽ ഒരു പ്രായമുള്ളയാൾ അവരെ യോഗ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആൻ ഓൾഡ് മാൻ ആണ് അതിലെ സബ്ജക്റ്റ്, ഈസ് ടീച്ചിങ് ആണ് അതിലെ വെർബ്. അതിനുശേഷം മറ്റു ഭാഗങ്ങളുണ്ട്, അത് നമുക്കറിയില്ല എന്താണ് ഒബ്ജക്റ്റ് ആണെന്നുള്ളത്. അതായത് ഒരു വെർബിന് ശേഷമുള്ള എല്ലാ ഭാഗങ്ങളും ഒബ്ജക്റ്റ് ആണെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ആരെ പഠിപ്പിക്കുകയാണ്? അവരെ. അപ്പോൾ ആരെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ദം എന്ന് പറയുന്നത് വന്നത്, അതുകൊണ്ട് അതൊരു ഒബ്ജക്റ്റാണ്. എന്ത് പഠിപ്പിക്കുകയാണ്? യോഗ. രണ്ട് ഒബ്ജക്റ്റാണ് അവിടെ വന്നത്. ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നു, ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. മുമ്പ് ചോദിച്ചാൽ കിട്ടുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, വാട്ട് ചോദിച്ചാൽ കിട്ടുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ ദം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്, യോഗ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിൽ നിങ്ങൾ സെൻറ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വെർബ് എന്താണ്, വെർബ് ഏത് വെർബാണ്, ലെക്സിക്കൽ വെർബ് ആണെങ്കിൽ ഒബ്ജക്റ്റ് സാധ്യതയുണ്ട്, എല്ലാ ലെക്സിക്കൽ വെർബിനും ഒബ്ജക്റ്റ് സാധ്യതയില്ല എന്നാണ്. അപ്പോൾ ഇതാണ് സെൻറ്റൻസിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനുള്ളത്. വെർബ് എന്താണ്, വെർബിൻ്റെ ടൈപ്സ്, 3 ടൈപ്പുകൾ ഏതാണ്, ഇതൊക്കെയാണ് നമുക്ക് ഒരു സെൻറ്റൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആത്യന്തികമായിട്ട് ഒരു ബേസ് എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്.